എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു പള്ളിയിൽ വെച്ച് ഒരു ചിത്രരചനാ മത്സരം ഉണ്ടായിരുന്നേ. അച്ചു അത്യാവശ്യം വരയ്ക്കുന്നതൊക്കെ ആയതുകൊണ്ട് അച്ചുവിന് ഇതിന് പോകണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നേ. അപ്പോൾ സ്കൂളിൽ നിന്ന് നോട്ടീസൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, താല്പര്യമുള്ള പിള്ളേർക്ക് വേണേൽ പങ്കെടുക്കാമെന്നും പറഞ്ഞ്. ഇത് ഇവിടുത്തെ ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാ വർഷവും ഇവിടെ നടത്തി വരാറുള്ള. കഴിഞ്ഞ വർഷം പോകാൻ ഒത്തില്ലേ, അതുകൊണ്ട് ഇപ്രാവശ്യം എന്താണേലും എനിക്ക് പോകണമെന്നും പറഞ്ഞ് ബഹളമായിരുന്നു. രാവിലെ ഒരു 8 മണി തൊട്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നേ. 9:30 ആയപ്പോഴായിരുന്നു പ്രോഗ്രാം തുടങ്ങിയത്. രജിസ്ട്രേഷൻ ഫീസ് 50 രൂപ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ LKG തൊട്ട് +2 വരെയുള്ള ഏത് പിള്ളേർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാവേ. LKG UKG പിള്ളേർക്ക് പടം കൊടുത്തിട്ട് അതിന് കളർ ചെയ്യാനുള്ളതായിരുന്നേ. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പടം വരയ്ക്കായിരുന്നേ. ഹൈസ്കൂൾ സെക്ഷനിലുള്ള കുട്ടികൾക്ക് ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ, മഴയുടെ സംഗീതം എന്നും പറഞ്ഞുകൊണ്ട്. ഇതിൽ തിരഞ്ഞെടുത്ത 50 പേർക്ക് സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇത് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ വരയെല്ലാം കഴിഞ്ഞ് അച്ചു സമ്മാനമൊക്കെ മേടിക്കാൻ നിൽക്കുക കേട്ടോ. പിള്ളേർക്ക് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു 4-5 കളിക്കുടുക്ക, അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങളും പിന്നെ കട്ടർ, ക്രയോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ അച്ചു സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. തിരിച്ച് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് കുറച്ച് അവൽ മിക്സ്ചർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അവൽ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടിയിലിട്ട് നന്നായിട്ട് അവൽ ചൂടാക്കി എടുക്കണേ. എണ്ണയൊന്നും ഒഴിക്കണ്ട, അല്ലാതെ തന്നെ ഓടലിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ അവൽ ഇതുപോലെ നമ്മൾ കൈവച്ചിങ്ങനെ പൊടിക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന പരുവത്തിലാകണേ. കരിഞ്ഞു പോകരുത്. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി ഇതിൻ്റെ അകത്ത് വേണ്ട മസാല മിക്സ് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ആ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചൂടാക്കി വെച്ചിട്ടുള്ള അവൽ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. അതേ ഞാനിട്ട മുളക് പൊടി ഇച്ചിരി കുറവായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ വേണേൽ വറുത്തിടാം കേട്ടോ. പിന്നെ അതുപോലെ കടലയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒക്കെ വറുത്തിട്ടാൽ നല്ലതാണ് കേട്ടോ. അതേ ഇതാണ് നമ്മുടെ അവൽ മിക്സ്ചർ. ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മുടി ഒന്ന് കളർ ചെയ്യാനായിട്ട് പോവുക കേട്ടോ. സ്ട്രീക്സോ അങ്ങനെ എന്തോ ഒരു സാധനമായത് കേട്ടോ. ഞാനിതിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ഇതിൻ്റെ അകത്തൊരു ഡെവലപ്പറും ഉണ്ട്, ഒരു കളറൻറ്റ് ക്രീമും ഉണ്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് തലയിൽ തേക്കാനുള്ള ഒരു കണ്ടീഷണർ. ഇത്രയാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത്. എണ്ണമയം ഒന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ അപ്ലൈ ചെയ്യാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്രീം രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ തലയിൽ തേക്കാൻ പോവുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാവേ. ഇനിയിപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ചീകി ചെടയെല്ലാം കളയണേ. എന്നിട്ട് ഇതുപോലെ ഓരോ പോർഷനായിട്ട് എടുത്ത് അതേ തേച്ച് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞിരിക്കുന്ന ഇതേ കൊടുത്തിരിക്കുന്നത് ബർഗണ്ടി കളറാണ്. അപ്പം അവരെന്നോട് പറഞ്ഞത്
പിള്ളേരൊക്കെ കോളേജ് പിള്ളേരൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതാ. കറുത്ത മുടി നല്ല കളർ വരുമെന്നാണ് പറഞ്ഞത്. നല്ല കളറൊക്കെ വരുമെന്നോർത്ത് ഞാനിങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. പക്ഷേ സംഭവിച്ചത്, ഇത് അരമണിക്കൂർ വെക്കാൻ പറഞ്ഞിട്ട് ഞാനൊരു 3/4 മണിക്കൂർ വെച്ച്. എൻ്റെ മുടിക്ക് ഒരു കളർ വ്യത്യാസം വന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ എന്താണെന്നറിയത്തില്ല, എന്നാണേലും എൻ്റെ മുടിക്ക് ഒരു മാറ്റവും വന്നില്ല കേട്ടോ. അവരിത് പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. ഇതാ ഞാൻ തലയിൽ തേച്ചത്. ഇതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കൃത്യമായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.